ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടോപ്പിക്ക് ഞാൻ ഇത്ര നാൾ സൊമാറ്റോയിൽ വർക്ക് ചെയ്തതിനെ കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സൊമാറ്റോൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും. പിന്നെ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ എത്ര രൂപയൊക്കെ നമുക്ക് എൺ ചെയ്യാൻ പറ്റുമെന്നും കൂടി നോക്കാം. അപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്ന ടൈം 12 to 2 ആ ജിഗിൻ്റെ സമയത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഏണിങ്സും ഉണ്ടാകും, ഓർഡറും ഉണ്ടാകും. അതായത് ആ സമയത്ത് ഒരു 5 രൂപ കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഓർഡറുകളുണ്ടാകും. ഫസ്റ്റത്തെ ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കസ്റ്റമറിൻ്റെ കൊടുക്കാം. അപ്പോൾ പരമാവധി, അതായത് ഏണിങ്സ് ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി ഇപ്പോൾ രാവിലെ ഓടിയിട്ട് അതിൽ 11 to 12 ഈ 12 ഓടാണ്ട് നമുക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 to 12 ഇവർ ചിലപ്പോൾ ഒരു 11:55 അല്ലെങ്കിൽ 11:50 നമുക്ക് ലോങ് ഒക്കെ അടിച്ച് തരും. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ആ പീക്ക് ടൈം കഴിഞ്ഞ് കിട്ടും. അതായത് 12:02 ജിഗിൻ്റെ ടൈം നമുക്ക് ചിലപ്പോൾ ഹാഫ് ആകുമ്പോഴേക്കും നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അത് പോയി കിട്ടിയെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ട 3 സ്ഥലത്ത് ഗ്യാരണ്ടി ഓർഡർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓർഡർ അടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത ഹോട്ടലിൽ നിന്ന് നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ സമയം കളയാണത്, ഡിലേ ആക്കാണ്ട് വേഗം ചെന്ന് ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കാൻ നോക്കുക. അതായത് 12:02 നമുക്ക് ഓടിക്കാൻ ഏണിങ്സ് ഉണ്ടല്ലോ, പിന്നെ ഓർഡർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഡിലേ ആവാണ്ട് ചെന്ന് പിക്ക് ചെയ്ത് കസ്റ്റമർ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തായാലും ഹോട്ടലിൽ ചെന്നിട്ടാണെങ്കിലും കസ്റ്റമർ ചെന്നിട്ടാണെങ്കിലും നമ്മളെന്തായാലും ഒരു പോസ്റ്റ് അവരെന്തായാലും തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പീക്ക് ടൈം ആയതുകൊണ്ട് ഹോട്ടലിൽ അവർക്കും തിരക്കാരികളുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിലേ അവിടെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ചെന്നാലും ചില കസ്റ്റമർ വരാനെടുക്കുന്ന ടൈമും ചില സമയത്ത് നമുക്ക് ലൊക്കേഷൻ റോങ് ആവുന്ന ടൈമൊക്കെ ഉണ്ടാകും. അപ്പോൾ ചില സമയമൊക്കെ നമ്മുടെ വിധി പോലെ ഇരിക്കും, അത് പറയാൻ പറ്റൂല. ചിലവർക്ക് വേഗം കൊടുത്ത് വേഗം വരാൻ പറ്റും. ചില സമയങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ പോസ്റ്റ് കിട്ടിയ പല ഹോട്ടലിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ആ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് മൾട്ടി ഓർഡർ അടിച്ചത്, അതായത് 2 ഓർഡർ എനിക്ക് കിട്ടി. ആ സെയിം ഹോട്ടലിൽ നിന്ന് തന്നെ 2 ഓർഡർ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓർഡർ എടുത്താൽ മതിയില്ല, നമുക്ക് എണ്ണം എത്തിക്കണമല്ല. ഞങ്ങൾക്ക് ഇവിടെ പരമാവധി 16 ഓർഡറാണ് എത്തിക്കേണ്ടത്. 16 ഓർഡർ എത്തിച്ചതിൻ്റെ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ 16 ഓർഡറൊക്കെ എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് പരമാവധി 16 ഓർഡർ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. മൾട്ടി ഓർഡറുകൾ നമുക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയൊന്നും കിട്ടാത്തതിന് എന്തോ ഭാഗ്യം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടതാവാം. അതിനാണ് ശനിയാഴ്ച ദിവസം എത്രയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൾട്ടി ഓർഡർ കിട്ടി ഭയങ്കര സന്തോഷമായി. ഞാൻ കസ്റ്റമറോട് കൊടുക്കാൻ പോണേന്. നല്ല വെയിലാണ്, അതായത് നട്ടാറ വെയിലത്തായിരിക്കണം നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. അപ്പോൾ ഈ സൊമാറ്റോയിൽ ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ഫസ്റ്റ് ആ ഒരു കാര്യം ചിന്തിക്കണം. നല്ല വെയിലും നല്ല മഴയും ഒക്കെ കൊള്ളണം. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ നല്ല സിമ്പിളൊക്കെ പോലെ തോന്നും. എല്ലാ ജോലിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് ഇറങ്ങാനായിട്ട്. ഇപ്പം സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും ഏത് ഡെലിവറി ജോബൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഹോട്ടലിലാണെങ്കിലും കസ്റ്റമർ ചെന്നാണെങ്കിലും നല്ല രീതിയിൽ വെയിറ്റിംഗ് കിട്ടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയം നിൽക്കുന്നതനുസരിച്ചുള്ള ക്യാഷൊന്നും ഇപ്പോൾ കിട്ടില്ല. അപ്പം അതും വേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർഡർ നമുക്ക് അത്ര ഓർഡർ എത്തിക്കണമല്ലോ. നമുക്കിതിപ്പോൾ ഓടി എത്തിയാലാണ് നമുക്ക് അടുത്ത ഓർഡർ എത്തിക്കാൻ പറ്റുള്ളൂ. പരമാവധി ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ഇവിടെ 16 ഓർഡറാണ് എത്തിക്കേണ്ടത്. പല സ്ഥലത്തും പല രീതിക്കാണ് എണ്ണങ്ങളുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ 10 കിലോമീറ്റർ നമ്മൾ ഔട്ട് ഓഫ് സോണായി. എല്ലാം ഔട്ട് ഓഫ് സോണിലേക്കാണ് പോകുന്നത്. ഈ ഔട്ട് ഓഫ് സോണിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 15 കിലോമീറ്ററൊക്കെ കിട്ടും. ചില സമയത്ത് 15, 16, 17 കിലോമീറ്ററൊക്കെ പോയി തിരിച്ച് വരണം. നമ്മൾ ഈ സെയിം കിലോമീറ്റർ തന്നെ താണ്ടി തിരിച്ച് ബാക്കിലേക്ക് വരണേ. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടും. റിട്ടേൺ ക്യാഷ് ഉണ്ടാവും. 7 കിലോമീറ്ററിന് 4 രൂപ, 8 കിലോമീറ്ററിന് 4.5 രൂപ, 10 കിലോമീറ്ററിന് 6 രൂപ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ റിട്ടേൺ ക്യാഷ് വരുന്നത്. അപ്പം അതുവരെയും അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ചില പീക്ക് ടൈം അല്ലാത്ത സമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. 15 കിലോമീറ്ററൊക്കെ അടിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര നഷ്ടം. 50 രൂപ 60 രൂപയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ. അതായത് 15 കിലോമീറ്റർ വൺ സൈഡ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 30 കിലോമീറ്റർ നമ്മൾ സെയിം ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ തന്നെ 15 കിലോമീറ്റർ ഓടണം. നമ്മൾ ആ സെയിം ലൊക്കേഷനിലേക്ക് എത്തണം. അതായത് ഈ ഹോട്ടൽ അടിക്കുന്ന രസമാണ്. നമുക്കിപ്പോൾ അടിക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ സോണിൻ്റെ എൻഡിലുള്ള ഏതെങ്കിലും ഹോട്ടലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നേരെ 15 കിലോമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? പിന്നെ നമ്മൾ തിരിച്ച് ഈ ഹോട്ടലിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ അടിച്ച് കിട്ടും ചിലപ്പോൾ 2-3 കിലോമീറ്റർ അകത്തുള്ള ഹോട്ടലിലായിരിക്കും. അവിടെ പോയി സാധനം പിക്ക് ചെയ്യണം. അതിനൊന്നും നമുക്ക് ആ പിക്ക് ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് ക്യാഷില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിൽ പോകുന്നത് 2 കിലോമീറ്റർ. ഇപ്പോൾ ഇതിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില ഹോട്ടലിലൊക്കെ 2-3 കിലോമീറ്റർ അപ്പുറം ചെന്നിട്ടാണ് എടുക്കേണ്ടത്. ചിലത് 4 കിലോമീറ്റർ ആയിരിക്കും. ഇപ്പോൾ എനിക്കിതുപോലെ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളൊക്കെ 5 കിലോമീറ്റർ 6 കിലോമീറ്ററും കിട്ടിയിട്ടുണ്ട്. ഒരു 6 കിലോമീറ്റർ പോയിട്ട് 6.5 കിലോമീറ്റർ പോയിട്ട് ഔട്ട് ഓഫ് സോണാണ്. അവിടെ പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് 15 കിലോമീറ്റർ കൊണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പീക്ക് ടൈമിലാണ് ഈ കിടന്ന് ഓടുന്നത്. ഇത് 6 കിലോമീറ്റർ 6.5 കിലോമീറ്റർ അവിടം വരെയും പോകണം. അത് ഈ ബ്ലോക്കൊക്കെയാണ്. അതാണ് ഒരു വിഷയം തന്നെ. നമുക്ക് ഇടവഴികളിലൂടെ പോകണമെങ്കിൽ കുഴപ്പമില്ല. ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആ സമയവും പോവുകയാണ്. നമുക്ക് അവിടം വരെ ചെല്ലണതിനുള്ള ക്യാഷ് ഇല്ല. അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവിടെ നിന്ന് പോകണതിനുള്ള ക്യാഷ് മാത്രമേ കിട്ടുള്ളൂ.
പിന്നെ റിട്ടേണും കൂടിയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് റിട്ടേൺ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്, ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതിന് തൊട്ടുള്ള റിട്ടേൺ ക്യാഷ് എല്ലാത്തിനും ഇല്ല. ഇത്രയും കിലോമീറ്ററിന് ശേഷം, അതായത് 7 കിലോമീറ്ററിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ റിട്ടേൺ ക്യാഷ് ഉള്ളത്. അപ്പം അതൊക്കെ ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, AI ആണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. നമ്മളും കഷ്ടപ്പാട് ജോഡി എത്തണമല്ല, നമ്മുടെ പെട്രോൾ ചിലവൊക്കെ എന്തോരം വരുന്നു. പലരും പല വണ്ടിക്കാണ് ഓടുന്നത്. മൈലേജ് ഇല്ലാത്ത വണ്ടികളായിട്ട് ഓടുന്ന ആൾക്കാരാണ്. എൻ്റെ വണ്ടിക്കൊക്കെ 45 മൈലേജ് കിട്ടുള്ളൂ. അതൊക്കെ വെച്ച് ഓടുമ്പോഴേ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ കസ്റ്റമറുടെ ചെല്ലുമ്പോഴത്തേനും കസ്റ്റമറുടെ ലൊക്കേഷൻ റോങ് ആണെന്നുള്ളൊരു ചില സമയങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് പരാതി പറയുമ്പോൾ കസ്റ്റമർ കെയറുകാർ പറയുന്നത് കസ്റ്റമറിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അവർ തന്നെ ലൊക്കേഷൻ അല്ലേ. കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കസ്റ്റമർ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ലൊക്കേഷൻ അയക്കുന്നതാണ്, എൻ്റെ ലൊക്കേഷൻ എങ്ങനെ റോങ് ആവണത്, ഞാൻ ഇവിടെ നിന്ന് അയക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടല്ലേ എന്തായാലും ഫുഡ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ചിലപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് പോലെ ആയിരിക്കില്ല, വേറെ ദിശയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ആരുടെ കംപ്ലയിൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ അങ്ങനെ പറയും, കസ്റ്റമർ അങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ അത് രസമാണ്. നമ്മൾ അത്ര നേരം കസ്റ്റമറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യണം. എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നറിയാമോ? കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് അവരുടെ അടുത്ത് കണക്ട് ചെയ്ത് അവരുടെ അടുത്ത് ഈ പരാതി പറഞ്ഞ് അവരത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് കസ്റ്റമറിന് ഒരു ന്യൂ ലൊക്കേഷൻ അയക്കുന്നു പറഞ്ഞിട്ട് റിക്വസ്റ്റ് വിടാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞവരും വെയിറ്റ് ചെയ്യണം, എന്നിട്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കണം, റോങ് ലൊക്കേഷനാണെന്ന് പറയണം. അങ്ങനെയൊക്കെ കുറേ ടൈം പോകും. പിന്നെ നമുക്ക് ഫുഡ് ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്യാഷ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ടൈമിലും നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചില സമയങ്ങളിൽ മാത്രം നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ക്യാഷ് കിട്ടുള്ളൂ. പിന്നെ 15 മിനിറ്റിന് മേലെ മാത്രം, അതായത് ഹോട്ടൽ പറഞ്ഞ ടൈമും കഴിഞ്ഞ് നമ്മുടെ ടൈം 15 മിനിറ്റ് അതും കഴിയണം. മനസ്സിലായി? ഹോട്ടൽ പറഞ്ഞ ടൈമും കഴിയണം, 15 മിനിറ്റിന് ശേഷമാണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടും. അതിന് മുമ്പൊക്കെ എങ്കിൽ 0.85 പൈസ 35 പൈസയ്ക്ക്. ഈ പൈസ വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല. രൂപയല്ല, 0.85 പൈസയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷമൊക്കെ 3 രൂപ 4 രൂപ 8 രൂപയൊക്കെ കിട്ടും. 15 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു ഓപ്ഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഫുഡ്. നമുക്കിപ്പോൾ ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഫുഡ് റെഡി ആയിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്യുന്ന നഷ്ടമാണ്. നമ്മൾ ഹോട്ടലുകാർ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ചിലപ്പോൾ 30 മിനിറ്റ് ഒക്കെ ടൈം പറയും. നമ്മൾ ആ ടൈം വരെയും എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ വേണ്ടത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഞാൻ മെഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ, ഡയമണ്ട് സിൽവർ അങ്ങനെ ഓരോന്നോരോന്നും കട്ടായിക്കൊണ്ടിരിക്കും. അപ്പം അത് കട്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ട്രാൻസ്ഫർ അത് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് കൂടുതലും ട്രാൻസ്ഫറും ക്യാൻസലേഷൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓർഡറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും. ഞാനൊരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ ചിലവരിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തായിരിക്കും ഫുഡ് റെഡി ആവണത്. അതായത് ഹോട്ടൽ പറഞ്ഞ 30 മിനിറ്റും ഈ നമ്മൾ നിൽക്കേണ്ട 15 മിനിറ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് റെഡി ആയിക്കും. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു 15 മിനിറ്റ് ഇത് വേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം ഹോട്ടലിൽ നിന്ന് എടുക്കുന്ന ടൈം അവർ ഓൾറെഡി ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ തന്നെ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഓണാക്കി തരുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഓർഡർ എത്തിക്കണ്ടേ, നമുക്ക് ഇത്ര ഓർഡർ എത്തിക്കാൻ വേണം. ഇങ്ങനെയും ഒരു ഓപ്ഷൻ വെച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഹോട്ടലാരും പണ്ട് കാര്യമില്ല, അവർക്ക് നമ്മുടെ ഹോട്ടലിലുള്ള കാര്യങ്ങൾ നോക്കണം, അവരുടെ കസ്റ്റമർ നോക്കണം. ഡെലിവറി മാത്രമല്ലല്ലോ അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ പിന്നെ എനിക്ക് വേറൊരു ഇത് തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു കസ്റ്റമർ കെയർ ഇല്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യും, ഒരു ഫുഡ് എടുത്ത് ആ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതിനുള്ള ആ ഒരു ടൈമിലുള്ള കസ്റ്റമർ കെയറിൽ കണക്റ്റിങ് മാത്രമേ ഉള്ളൂ നമുക്ക്. അതായത് ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ റോങ് ആണ്, ബൈക്ക് ഇഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മാത്രം നമുക്കൊരു കസ്റ്റമർ കെയറിലേക്ക് കിട്ടുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് ഇപ്പം നമുക്ക് അല്ലാതായ പല പരാതികളും നമുക്കുണ്ടാകും. അപ്പോൾ ആപ്ലിക്കേഷൻ എററായിട്ട് നിൽക്കുന്ന സമയങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലോ ഒക്കെ നമുക്ക് അതിനൊരു ലീഡറുണ്ട്, നമ്മുടെ സോണിലൊരു ലീഡറുണ്ട്. ആ പുള്ളിക്കാരനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരനൊരു ടൈമുണ്ട്, 24 hour അല്ല പുള്ളിന് അവൈലബിൾ ആയിട്ടുള്ളത്. രാവിലെ ഒരു 9 മണി തൊട്ടാന്ന് തോന്നുന്നു, വൈകിട്ട് ഒരു 7 മണി വരെ എന്തോ പുള്ളിന് അവൈലബിൾ ഉള്ളൂ. പിന്നെ രാത്രിക്ക് ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പുള്ളിക്ക് ആ ടൈം വരെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പുള്ളിനെ വിളിച്ചാക്കില്ല. അല്ലാത്ത സമയത്തും ചില സമയങ്ങളിൽ പുള്ളിനെ വിളിച്ചാക്കിയിട്ടില്ല. അത് വേറെ ഒന്നല്ല, പുള്ളി അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ആ ഒരു പ്രഷറിൽ നിന്നിട്ടായിരിക്കും പുള്ളിനെ വിളിക്കുന്നത്. അപ്പോൾ കിട്ടാത്ത ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്, പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരുടെയും ഒരു അടിമ പോലെ നിൽക്കണില്ല. അതായത് ജോലിയിൽ ഇപ്പോൾ ഇന്ന് ലീവ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ലീവ് എടുക്കാം. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇന്ന് ലീവ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇത്ര ഏൺ ചെയ്യണം തോന്നിക്കാൻ നമുക്ക് ഇത്ര ഏൺ ചെയ്യാം, ഓർഡർ ഉണ്ടെങ്കിൽ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഓർഡർ ഉണ്ടെങ്കിൽ ഏൺ ചെയ്യാം.
പിന്നെ ഇത്രയും രൂപ നമുക്ക് ഇന്ന് ഇത്ര വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത്ര വരെയുള്ള ടൈം എടുത്താൽ മതി. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇതിനോടൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ജിഗ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 5 രൂപ വെച്ച് കട്ടാകും നമുക്ക്. പിന്നെ ജിഗ് ബുക്കിങ്ങിൻ്റെ ഒരു വിഷയം എനിക്ക് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം ഡയമണ്ടിലുള്ള ആൾക്കാർ 4 ദിവസം മുമ്പ് നമുക്ക് ജിഗ് ബുക്ക് ചെയ്യാൻ പറ്റും. ജിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മണിക്കൂറും ബുക്ക് ചെയ്യണം. 4 ദിവസത്തെ മുമ്പത്തെ ജിഗ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇത് ഓരോന്നും ക്യാൻസൽ ചെയ്യുന്നതനുസരിച്ച് ഓരോ മണിക്കൂറിന് അവർ 5 മിനിറ്റ് വെച്ച് 5 രൂപ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഓരോ 7 to 8, 8 to 9, 9 to 10 ഇതിൻ്റെ 5 5 5 5 5 വെച്ച് ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു 10 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപ വെച്ച് മൊത്തം പൈസയും പോകും. അപ്പോൾ 2-3 ദിവസത്തെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആ ബൈക്ക് ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ തന്നെ അത് മൊത്തം നമ്മുടെ 5 രൂപ വെച്ച് കട്ടാവും. അതൊരു വല്ലാത്തൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിഗ് ബുക്ക് ചെയ്ത് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസത്തേക്ക് തരരുത്. ഒന്നെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് തരണം. അപ്പം അതൊരു പോരായ്മയായിട്ട് എനിക്ക് കയറിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയൊരു പോരായ്മയാണ് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ആരോടും പറയാണ്ടൊക്കെ നമുക്ക് പിന്നെ ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് ലീവ് എടുക്കണമെങ്കിൽ ജിഗ് ബുക്ക് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. പിന്നെ സൊമാറ്റോനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ബ്രോ ക്യാഷ് എമൗണ്ട് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏൺ ചെയ്യണത്. അതായത് ഈ സമയത്ത് ഓടിയിട്ട് ക്യാഷ് കുറവാണെന്ന്. അപ്പോൾ ഞാനത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു 12 to 2 ഓടണമെങ്കിൽ പരമാവധി നമുക്ക് ഏണിങ്സ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ രാത്രി 7 to 9 നല്ല കറക്റ്റായിട്ട് ഓടണമെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഏണിങ്സാണ് ഈ കാണുന്നത്. 1045 രൂപ നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടോട്ടലിൽ 16 ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ക്യാഷ് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന പിള്ളേർക്കൊരു ഉപകാരമാകും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.